ഹലോ ഗൈസ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ ബോബയാണ്. ആദ്യം തന്നെ നമുക്ക് 2 പഴുത്ത മാങ്ങ എടുത്തിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക ആവശ്യത്തിനനുസരിച്ചിട്ട്. എത്രയാണോ നമുക്ക് മധുരം വേണ്ടത് അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെക്കുക. എന്നിട്ട് നമ്മളൊരു മാംഗോ അടിച്ച് വെച്ചില്ലേ അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചൂടാവുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് കോൺഫ്ലവർ ഇട്ട് കൊടുക്കണം. കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് കട്ട കൂടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. എന്നിട്ട് നമ്മളിത് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കണം. അങ്ങനെ നമ്മൾ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതാക്കി. എന്നിട്ട് നമ്മൾ വീണ്ടും ഒരു പാൻ വെച്ചിട്ട് അതിക്ക് വെള്ളം ഒഴിച്ച് ചൂടാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇത് അതിക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഇത് ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു ഇത് വെച്ചിട്ട് കോരി എടുക്കുകയാണ്. അപ്പോൾ ഇതൊരു ജെല്ല് പോലൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ബോൾസ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് തേൻ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് മാംഗോ കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞങ്ങളൊരു മാംഗോ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മാംഗോ ബോബ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു മാംഗോ ബോബ റെസിപ്പി. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.